2026 പബ്ലിക് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ആളുകളാണ്. പക്ഷെ പല ആളുകളുടെയും പ്രശ്നം നന്നായി പഠിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ എക്സാമിനേഷൻ ആവുന്ന സമയത്ത് ഒരുപാട് മറവി, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ബ്ലാങ്ക് ആയി പോവുക. ഇങ്ങനൊരു പ്രശ്നമുള്ള ആളുകൾ ശരിക്കും അവർ പഠിക്കുന്നത് ശാസ്ത്രീയമായ രീതിയിലല്ല എന്നതുകൊണ്ടാണ്. എന്നാൽ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി ഓർത്തെടുത്തിട്ട് എക്സാമിനേഷൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് അടിപൊളി മാർക്കിലേക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുമോ? യെസ്, സാധിക്കും. അതൊരു മാജിക് ഒന്നുമല്ല, സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. മോഡേൺ സയൻസ് പറയുന്നത് നമ്മുടെ ഈ ലേണിംഗ് എന്ന് പറയുന്നത് 3 ആറുകളിലൂടെയാണെന്ന് പറയുന്നത്. ആദ്യത്തെ റിസീവിംഗ് ആണ്. റിസീവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുക, ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലാണെങ്കിലും അല്ലെങ്കിൽ വായിക്കുന്നതിലൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഈ ആദ്യത്തെ 6. രണ്ടാമത് അത് റീറ്റെയിൻ ചെയ്യുക, നമ്മുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ആവുക. താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റോറിംഗ് ആണ്. ബ്രെയിൻ നമ്മുടെ മുമ്പേ പഠിച്ച കാര്യങ്ങളുമായിട്ടൊക്കെ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് അതെന്ത് ചെയ്യും, അവിടെ എടുത്തു വെക്കും. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 1 ആണ്. ലാസ്റ്റിലെ 6 റീകോൾ ആണ്. ഓക്കെ, നമ്മളത് സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ പിന്നെയും ഓർത്തെടുത്ത് റിമെമ്പർ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച്, ഈ ഒരു പ്രക്രിയയെക്കുറിച്ചാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ ഐസ്ബർഗ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഇത്. ഒരിക്കലും ഒരു കുട്ടി തൻ്റെ അധ്യാപകൻ്റെ അടുത്തെന്ന് പറയാണ്, സാർ ഞാൻ ഈ പുസ്തകം ഇന്നലെ മുഴുവനും 2 തവണ വായിച്ചു, പക്ഷെ ഇന്ന് പരീക്ഷയ്ക്ക് എനിക്ക് കൃത്യമായിട്ട് എഴുതാനോ ഓർമ്മയിലൊന്നും വന്നില്ല ഈ ഒരു കാര്യങ്ങളൊന്നും. അപ്പോൾ അധ്യാപകൻ ചിരിച്ചുകൊണ്ട് ആ കുട്ടിയോട് പറയാണ്, മോനെ നീ ഇന്നലെ ചെയ്തത് ഈ വായന എന്ന് പറയുന്നത് അതൊരു സീഡ് പ്ലാന്റ് ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും ആ സീഡ് വലിയൊരു മരം ആവുമെന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞില്ല. അതുപോലെയാണ് നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിനെ, ഈ സീഡിനെ എങ്ങനെയാണോ നമ്മൾ വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്, അതുപോലെ നമ്മൾ അതിനെ അവിടെ നിലനിർത്തണമെങ്കിൽ, അതൊരു സ്ട്രോങ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിനെ എപ്പോഴും കൃത്യമായ ഇന്റർവെൽസിൽ അത് റീകോൾ ചെയ്യണം, അല്ലെങ്കിൽ റിമെമ്പർ ചെയ്യുന്നത് അത്യാവശ്യമാണ് നമ്മുടെ ബ്രെയിനിൽ ഒരു കാര്യം സ്റ്റോർ ആയി നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് നമ്മളെ റിവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തൊരു വേർഡ് ഉണ്ടല്ലോ, റിവിഷൻ എന്ന് പറയുന്നത്. യെസ്, ഇപ്പോൾ നമുക്ക് കൃത്യമായ സമയമാണ് മക്കളെ. കാരണം നമ്മുടെ പഠനത്തിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് റിവിഷൻ. ആദ്യത്തെ 2 കാര്യങ്ങളാണ് പല കുട്ടികളും ചെയ്യാറ്. എന്ന് വെച്ചാൽ ക്ലാസ്സുകൾ ഒരുപാട് കേൾക്കും, കുറേ വായിക്കും, എന്നിട്ട് അത് സ്റ്റോർ ചെയ്ത് തലയിലുണ്ടെന്ന് വിചാരിച്ചിട്ട് പരീക്ഷ അവൾ പോകുമ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും, ഒന്നും ഓർമ്മയുണ്ടാവില്ല, ബ്ലാങ്ക് ആയിട്ടുള്ള അവസ്ഥ. ഓക്കെ, ഇത് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്യണം. അപ്പോൾ ഇത് എപ്പോഴാണ് റിവൈസ് ചെയ്യുക? നവംബർ മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? 2 മാസമുണ്ട് നമ്മുടെ മുമ്പിൽ. ഡിസംബറിലാണ് നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിനേഷൻ. ഹാഫ് ഇയർലി എക്സാമിനേഷന്റെ പ്രത്യേകത, ഒരു പകുതിയല്ല 3/4 ഭാഗത്തോളം നമ്മുടെ സിലബസും അവിടെ ഈ എക്സാമിനേഷൻ ഉണ്ടാവും അല്ലെ. നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോൾ മുതൽ കഷ്ടപ്പെട്ട് പഠിക്കുക, വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ അതിന്റെ മുൻപേ ഉള്ള മാർക്കോ, ഇനി ആ എക്സാമിനേഷൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം മാർക്ക് കുറവായിരിക്കും, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് ഫുൾ നിങ്ങളുടെ ആ ഒരു സിൻസിയറിറ്റി അതിനകത്ത് കാണിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. എന്നിട്ട് ആ ഒരു എക്സാമിനേഷൻ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. ഈ ഭാഗങ്ങൾ പിന്നീട് നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്, അത്രയും കൃത്യമായിട്ട് പഠിക്കാം. ജനുവരി പകുതിയോട് കൂടിയിട്ട് നിങ്ങളുടെ പോർഷൻ കംപ്ലീറ്റ് ആയി കഴിയും. ശേഷം ഒരു 15 ദിവസം കൊണ്ട് പിന്നെ നിങ്ങളൊരു കൃത്യമായ റിവിഷൻ നടത്തുക. കാരണം ഓൾറെഡി നമ്മൾ പഠിച്ച സാധനങ്ങളാണ് ഈ ഡിസംബർ എക്സാമിനേഷന് വേണ്ടിയിട്ട്. സോ പെട്ടെന്ന് നമുക്ക് ഒരു കവർ ചെയ്യാൻ, ഒരു റിവിഷൻ റൗണ്ട് കവർ ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു റിവിഷൻ ജനുവരിയിൽ നിങ്ങൾ തീർക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മോഡൽ എക്സാം ആണ് അല്ലെ. മോഡൽ എക്സാമിന് നമ്മൾ എന്തായാലും എന്ത് ചെയ്യും, പഠിക്കും. ഒരു റിവിഷൻ നമ്മൾ അതിൻ്റെ അകത്ത് പരീക്ഷയുടെ മുമ്പേ ആയിട്ട് അല്ലെ, മാരത്തോണുകളായിട്ടും അതുപോലെ തന്നെ ക്ലാസ് സീരീസുകളായിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പഠിച്ചിട്ടുണ്ടായിരിക്കും. 2 റിവിഷൻ അവിടെ കഴിഞ്ഞു കേട്ടോ. മോഡൽ എക്സാം കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് സ്റ്റഡി ലീവ് ആയിട്ട് എന്തിനുണ്ടാവും, മാർച്ചിലുള്ള ആ മെയിൻ എക്സാമിന് മുമ്പേ ഉണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായ രീതിയിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ആണെങ്കിലും നിർബന്ധിതരായിട്ടാണെങ്കിലും നമ്മൾ പഠിച്ചോളും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എത്ര തവണ റിവൈസ് ചെയ്തു അല്ലേ. ക്വാർട്ടർലിക്ക് ചെയ്ത പോർഷൻ ഉണ്ട്, ഹാഫ് ഇയർലിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജനുവരിയിലും ഫെബ്രുവരിയിലും പബ്ലിക് എക്സാമിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്തു, റിവൈസ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഐസ്ബർഗ് ഉണ്ടല്ലോ, ആ റീകോൾ റിമെമ്പർ ചെയ്യാന്ന് പറയുന്ന സാധനം അത് സ്ട്രോങ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ പബ്ലിക് എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണെങ്കിൽ A+ കുറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. സോ ഇന്ന് മുതൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ആ പറയുന്ന ഡിസംബറിലുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. ബാക്കി കാര്യങ്ങൾ റിവിഷനാണ്. ആ സമയത്ത് നമ്മൾ കോൺസെപ്റ്റുകൾ പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ റിവിഷൻ്റെ സമയത്ത് നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു ആവറേജുകാരനായിട്ട് മാത്രമേ പാസ്സായി പോവുകയുള്ളൂ. അതല്ലല്ലോ നമുക്ക് ആവശ്യം. സോ ഇന്ന് മുതൽ ഹാർഡ് വർക്ക് ചെയ്ത് തുടങ്ങുക. ഡിസംബറിലെ എക്സാമിനേഷനും പബ്ലിക് എക്സാമിനേഷനും പിന്നെ നമ്മളെ കാത്തിരിക്കുന്ന ആ ഒരു മെയ് മാസത്തിലുള്ള റിസൾട്ടിൻ്റെ ദിവസമുണ്ടല്ലോ, അതും മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു മടിയോ ഒരു ഉറക്കമോ നിങ്ങളെ തളർത്തില്ല. അടിപൊളിയായിട്ട് പഠിക്കുക.